കല്ലട ബസ്സിലെ യാത്രക്കാർക്ക് ജീവനക്കാരിൽ നിന്ന് മർദ്ദനമേറ്റ വിഷയത്തിൽ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാനുള്ള റിപ്പോർട്ട് കൊടുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിട്ടു. നിലവിൽ 2 പ്രതികളും കല്ലട ബസ് മാനേജരും പോലീസ് കസ്റ്റഡിയിലുണ്ട്. ബസ് പിടിച്ചെടുക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. കല്ലട ബസിന്റെ ഉടമയെയും ജീവനക്കാരെയും പോലീസ് വിളിപ്പിച്ചു. വിശദമായ അന്വേഷണമാണ് കേസിൽ ഇപ്പോൾ നടക്കുന്നത്. മർദ്ദനത്തിൽ പങ്കുള്ളവരെയെല്ലാം പ്രതികളാക്കും. സംഭവം ആസൂത്രണമാണോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. പരിക്കേറ്റവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകളും ഇവർക്കെതിരെ ചേർക്കും. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും പരിശോധിക്കുന്നുണ്ട്. കേസിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ബസ് കമ്പനിയുടെ ഉടമയെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ ദക്ഷിണ മേഖല ADGP മനോജ് എബ്രഹാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവിയും അറിയിച്ചു. കമ്പനിയുടെ തിരുവനന്തപുരത്തെ പ്രതിനിധികളെ ഇന്നു തന്നെ പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്താനും DGP ആവശ്യപ്പെട്ടു. ബസ്സിലെ സംഭവങ്ങൾ ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ജേക്കബ് ഫിലിപ്പിനെ DGP ഫോണിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു. അതേസമയം യാത്രക്കാരെ ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ബാംഗ്ലൂരു സർവീസ് നടത്തുന്ന കല്ലട ബസ് പോലീസ് പിടിച്ചെടുക്കും. കമ്പനി മാനേജരെ പോലീസ് കസ്റ്റഡിയിലും എടുത്തു. മർദ്ദനമേറ്റവരുടെ മൊഴിയെടുത്ത ശേഷം പ്രതികൾക്കെതിരെ കൂടുതൽ കുറ്റം ചുമത്തും. കേടായ ബസ്സിനു പകരം ബദൽ സംവിധാനം ഒരുക്കാൻ ആവശ്യപ്പെട്ടതിനാണ് യുവാക്കളെ ബസ്. അഷ്കറും സച്ചിനും ഈറോഡിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. തിരുവനന്തപുരത്ത് സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങുമ്പോഴാണ് മർദ്ദനമേറ്റത്. തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്നു അജയ് ഘോഷ്. സംഭവം അറിഞ്ഞെത്തിയ മരട് പോലീസ് മൂവരെയും വൈറ്റില പരിസരത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു. തൃപ്പൂണിത്തുറയിലെ സർക്കാർ ആശുപത്രിയിലെത്തി ചികിത്സ തേടാൻ നിർദ്ദേശിച്ചെങ്കിലും യുവാക്കൾ എത്തിയില്ല. അജയ് ഘോഷ് തൃശൂരിലെ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. ഇതിനുശേഷം നൽകിയ പരാതിയിലാണ് കേസെടുത്തതെന്ന് മരട് SI ബൈജു P ബാബു പറഞ്ഞു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പോലീസിന്റെ ഭാഷ്യം ഇങ്ങനെയാണ്: തിരുവനന്തപുരത്ത് നിന്ന് ബസ് ഹരിപ്പാട് എത്തിയപ്പോൾ തകരാറിലായി. ഏറെ നേരം കഴിഞ്ഞിട്ടും ബസ് പുറപ്പെടാതിരുന്നപ്പോൾ യാത്രക്കാരായ യുവാക്കൾ ചോദ്യം ചെയ്തു. ഇത് തർക്കത്തിന് വഴിവെച്ചു. ഹരിപ്പാട് പോലീസ് എത്തിയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ച് മറ്റൊരു ബസ് എത്തിച്ച് യാത്ര തുടരാൻ സൗകര്യമൊരുക്കിയത്. അപ്പോഴേക്കും 2.5 മണിക്കൂർ പിന്നിട്ടിരുന്നു. ബസ് വൈറ്റിലയിലെത്തിയപ്പോൾ ബസ് ഏജൻസിയുടെ വൈറ്റിലയിലെ ഓഫീസിൽ 3 ജീവനക്കാരെത്തി ബസ്സിൽ കയറി യുവാക്കളെ മർദ്ദിക്കുകയും ഇറക്കി വിടുകയുമായിരുന്നു. അതേസമയം തന്നെ കല്ലട ബസ്സിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഗതാഗത കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നത്. വ്യവസ്ഥകൾ ലംഘിച്ച്